എടാ മക്കളെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. സോ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എടാ മക്കളെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടും. പക്ഷേ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾ? ഇനി എല്ലാ മക്കൾക്കും സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഗവൺമെൻറ് ചില വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. സോ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണ് ഈ സപ്ലിമെൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്തവരായിട്ടുള്ളത്? ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സോ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2x ഇട്ട് കാണാം. ഓക്കെ. എടാ മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രസ് റിലീസിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഗവൺമെൻറ് ഇതാ ഔദ്യോഗികമായിട്ട് ജൂലൈ 12-ാം തീയതി ഇന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ജൂലൈ 13-ന് രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വേക്കൻസി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അതായത് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിന് വേക്കൻ്റ് ആയിട്ട് സീറ്റുകളുണ്ട് എന്ന് നമുക്കറിയണം. പക്ഷേ ഗവൺമെൻറ് ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ നാളെ രാവിലെ 9 മണിക്ക് ഗവൺമെൻറ് വേക്കൻസി ലിസ്റ്റ് HS ക്യാപ്പിലൂടെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് എന്ന് വരെ അപ്ലൈ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാളെ തന്നെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? എടാ മക്കളെ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതായത് ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ സർക്കുലറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ അത് മെറിറ്റ് കോട്ടയാകാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയാകാം, അതുമല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. കാരണം എന്താണ് മക്കളെ? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത്, നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. സോ ഈ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി SSLCയുടെ സേ പരീക്ഷ എഴുതി ഫലം അറിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും, അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അപ്ലൈ ചെയ്യാം. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഇതിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇനി ഇത് കൂടാണ്ട് മെറിറ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷേ നമുക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. ഇനി അത് കൂടാണ്ട് നമ്മളെ അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടി, പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ മൂലം, ഉദാഹരണം എന്തെങ്കിലും കാസ്റ്റിൻ്റെ ഇഷ്യൂ, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എറർ മൂലം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എറർ കൃത്യമായി എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സപ്ലിമെൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, സപ്ലിമെൻ്ററിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? എടാ മക്കളെ, സപ്ലിമെൻ്ററിക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകളിൽ പോയും ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ തന്നെ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ ഒക്കെ പോയി അപ്ലൈ ചെയ്യണം. ഇനി എവിടെ ചെയ്താലും നിങ്ങളെല്ലാം കൃത്യമായി കൊടുത്തതിന് ശേഷം 2 തവണ ആപ്ലിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാവൂ. കാരണം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കും. ഇനി ഒരു ഓപ്ഷൻ ഇല്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഇനി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നില്ല. സോ ആപ്ലിക്കേഷനിലെ എറർ മൂലം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്കൂളുകളിലേക്ക്, നമുക്ക് പ്രയോറിറ്റി ഉള്ള, നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ചില സബ്ജക്റ്റുകൾ കാണും അല്ലേ, അല്ലെങ്കിൽ ചില സ്കൂളുകൾ കാണും അല്ലേ. ഇങ്ങനെയുള്ള സ്കൂളുകൾ നിങ്ങൾ ആദ്യം കൊടുക്കൂ. അതിനുശേഷം എല്ലാ സബ്ജക്റ്റിലേക്കും, എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾ നിർബന്ധമായിട്ടും, അതായത് വേക്കൻറ്റ് സീറ്റുകളുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്താ? നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. ഇനി
എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്? എടാ എച്ച്.എസ്. ക്യാപ്പിലൂടെയല്ലേ നമ്മൾ +1 അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്ത്. ഇതും അതുപോലെ തന്നെയാണ്. എച്ച്.എസ്. ക്യാപ്പ് തുറക്കുക, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. അതിനകത്ത് റിന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് പുതുക്കുക. അത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു എററും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് പുതുക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുതുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓപ്ഷൻസുകൾ, അതായത് കൂടുതൽ സ്കൂളുകൾ നമുക്ക് സെലക്ട് ചെയ്യുവാനും നിലവിലുള്ള സ്കൂളുകളിൽ സീറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകൾ ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് റിന്യൂവൽ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കാൻഡിഡേറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ റിന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ അക്ഷയ സെൻറ്ററിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ടറിയാം. നിങ്ങൾക്ക് യാതൊരു ടെൻഷനും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ ഒരു അക്ഷയ സെൻറ്ററിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൺലൈൻ SWS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിലൂടെയാണ് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റ് കിട്ടുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് SPC NCC ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ആഡ് ചെയ്യുക. ഇനി അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം USS LSS പോലുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് നൽകുന്നതാണ്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്? എടാ മക്കളെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമ്മുടെ WGPAയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള റാങ്കുകളൊന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. തേർഡ് അലോട്ട്മെൻറ്റിലൂടെ നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ തീർന്നു. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിലവിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ വെച്ച്, ആ വിദ്യാർത്ഥികളുടെ മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ സ്കൂളിലേക്കും വിദ്യാർത്ഥികളെ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മൾ മാക്സിമം സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുക. മാക്സിമം സ്കൂളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം അത്രമാത്രം സീറ്റ് വേക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് മാക്സിമം സ്കൂളിലേക്ക്, മാക്സിമം സബ്ജക്റ്റിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു എററും പാടില്ല. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നത്തേക്ക് റിസൾട്ട് വരും? എടാ മക്കളെ, നിലവിൽ ഔദ്യോഗികമായിട്ടുള്ള ദിവസങ്ങൾ, ഡേറ്റുകളൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയും. സോ ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റിപ്ലൈ തന്നിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുത്തേക്ക്.